അങ്ങനെ ഒരു ലേറ്റ് ഓണത്തിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഇതിലുള്ളത്. യു എയിലുള്ളവർക്ക് അല്ലെങ്കിൽ പുറത്തുള്ളവർക്കറിയാം, എല്ലാവരുടെയും കൂടെ ഒരു ടൈം അനുസരിച്ച് ഓണം സെലിബ്രേഷൻ വെക്കുമ്പോൾ അത് മേ ബി 1 മാസം കഴിയും, 2 മാസം കഴിയും അങ്ങനെ. അപ്പോൾ ഞാൻ തലേന്ന് പെട്ടെന്ന് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നെയിൽസ് കൂടെ ചെയ്യാം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ നെയിൽസ് ചെയ്തിട്ടില്ല. അങ്ങനെ നെയിൽസും ചെയ്തു. പക്ഷേ ഇതിനൊരു 1 അവർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജെല്ലല്ല നമ്മൾ വെച്ചേക്കുന്നത്. ഇതൊരു 1 വീക്ക് കറക്റ്റ് എൻ്റെ കയ്യിൽ നിന്നു. അതിനുശേഷം പോയി ഒരു 100 ദിർഹംസ് എന്തോ ആണ് എനിക്കിതിന് ആയത്. പിറ്റേന്ന് നമ്മൾ സൺഡേ ആണ് ഫുൾ ഒരുങ്ങി സെറ്റായിട്ട് പോയി. സാരി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും സെറ്റ് ചെയ്യാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മി കൊണ്ടുവന്ന ഒരു ചുരിദാർ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഈ ഗ്രീൻ സൽവാറാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയത്. അങ്ങനെ നമ്മൾ ഷാർജയിൽ ഹാളിലെത്തി. ഇപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ ഇത് എന്തിൻ്റെ ഓണം സെലിബ്രേഷൻ ആണെന്ന് വെച്ചാൽ, എൻ്റെ സിസ്റ്ററിൻ്റെയും ബ്രദറും നിൽക്കുന്ന സ്ഥലത്തിലെ അവരുടെ അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷനാണ്. കറക്റ്റ് ഒരു മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്, ഒക്ടോബർ ഫസ്റ്റ് വീക്കോട് കൂടിയായിരുന്നു ഈ ഓണം സെലിബ്രേഷൻ വന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ എല്ലാ ഓണം വൈബ്സും ആളുകൾ എല്ലാം മുണ്ടും അതുപോലെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അത്തപ്പൂവൊക്കെ ഇട്ട് എല്ലാം ഒരു ഓണം വൈബ് സെറ്റായിരുന്നു. എല്ലാവരും ഓണം കഴിഞ്ഞെങ്കിലും അടിപൊളി വൈബിലായിരുന്നു എല്ലാവരും. അങ്ങനെ പിള്ളേരുടെ പരിപാടികളുണ്ടായിരുന്നു, സദ്യയുണ്ട്. അങ്ങനെ ഒരു അസോസിയേഷൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് ഓണം പരിപാടികളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വന്ന് എല്ലാം നോക്കിയപ്പോൾ എല്ലാം വൈബായിട്ട് ഓണം ഡെക്കറേഷനൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, മാവേലിയുടെ കൂടെ നമുക്ക് സന്യാസിമാരെ ഒരുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പിള്ളേർ ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും അത് വേണ്ടാന്നുള്ള ഇതിലാണ് മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നില്ല, അത് വേണ്ടാന്നുള്ള ഇതിലായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ സുന്ദരികളായി. പിന്നെ നമുക്ക് ചെണ്ടമേളം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരു 10:30 എന്തോ ആണ് പറഞ്ഞത്, പക്ഷേ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായി വന്നപ്പോൾ 11:15 11:30 ഒക്കെ ആയി. അങ്ങനെ കുറച്ച് കളിക്കാൻ വേണ്ടി പുലിക്കുട്ടന്മാരുണ്ടായിരുന്നു, മാവേലി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷനായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി നിന്ന് എന്താണ് ഓണം എന്നുള്ള ഒരു സ്റ്റോറി വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിൻ്റെ ചെറിയ ചെറിയ ബിറ്റ്സ് എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഇതോടെ ഞാൻ എടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചെണ്ടമേളവും പിള്ളേർ താലപ്പൊലി എടുത്തുകൊണ്ട് വരുന്നതും വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ നല്ല വൈബുള്ള ചെണ്ടമേളമായിരുന്നു, നല്ല ശബ്ദം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റോറിയിലാണ് എന്താണ് ഓണം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയ കുട്ടികൾ പ്രസൻറ്റ് ചെയ്തൊരു സ്റ്റോറിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ഫ്രണ്ടിൽ പോയിരുന്നു. പിന്നെ പിള്ളേരെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിൽ പോയി അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കായിരുന്നു. പിന്നെ ചെണ്ടമേളം സ്റ്റാർട്ട് ചെയ്തു, താലപ്പൊലിയായിട്ട് കുട്ടികൾ വന്നു. അങ്ങനെ ഇത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൈഗ്രെയിൻ ഉള്ളവർക്ക് എന്തായാലും ഒരു അപാര എഫക്റ്റാണിത്. എല്ലാവരും ഒരു സെറ്റ് സാരി ഹാഫ് സാരി വൈബിലായിരുന്നു. പിള്ളേരൊക്കെ കുറേ നല്ല പട്ടുപാവാട ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അസോസിയേഷനിലുള്ള എല്ലാവരുമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ബ്രദർ സിസ്റ്റർ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മളും പോയി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ 1 by 1 പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഒരു 2:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോഴും പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പിറ്റേന്ന് വർക്കുണ്ട്, കുക്ക് ചെയ്ത് വെച്ചാലൊക്കെ പിന്നെ ഒരു വീക്ക് നമുക്ക് പോകാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഒരു 2:30 ആയപ്പോൾ ഇറങ്ങി വന്നിട്ട് കുക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടൊരു ഫ്രണ്ടിൽ പോയിരുന്നു. പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അത് കാണണം എന്നുള്ളത്. പക്ഷേ അത് ലഞ്ച്, അതായത് നമ്മുടെ സദ്യ കഴിഞ്ഞിട്ടായിരുന്നു പിള്ളേരുടെ പരിപാടികൾ. അങ്ങനെ ഓരോരോ പരിപാടികൾ കണ്ട് അവിടെ ഇരുന്നു. ഒരു സൈഡിൽ നമുക്ക് എന്താണെന്നറിയുമോ, ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു മേടിക്കാനായിട്ട്. അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. നാട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മളിവിടെ വന്ന് എല്ലാവരെയും കണ്ട് സംസാരിച്ച് ഒരു സദ്യയൊക്കെ കഴിച്ച് പിള്ളേരുടെ പരിപാടിയൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് മാറ്റി. പിന്നെ ഫസ്റ്റ് തുടക്കം തന്നെ ഒരു ചെറിയ ഒരു ഷോർട്ട് സ്റ്റോറി വെച്ച് എന്താണ് ഓണം, എങ്ങനെയാണ് ഓണം ആയത് എന്നൊക്കെ ഉള്ളൊരു ചെറിയ ഷോർട്ട് സ്റ്റോറി പിള്ളേർ സെറ്റ് ചെയ്തിട്ടായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമ്മുടെ ബാബിയുടെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതിനാണ് ഞങ്ങൾ ഫസ്റ്റ് ഫ്രണ്ടിൽ പോയിരുന്നത് പ്രോത്സാഹിപ്പിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. വെൽക്കം സ്പീച്ച് ഭാവിയായിരുന്നു. അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ പരിപാടികൾ തുടങ്ങി. പിന്നെ പിള്ളേരുടെ പരിപാടികളായിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഗെയിം സെക്ഷൻ ഉണ്ടായിരുന്നു. വലിയവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പാട്ട് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട്. പിന്നെ നാഷണൽ ആന്തം ഉണ്ടായിരുന്നു. നമ്മുടെയും UAE നാഷണൽ ആന്തം ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടി പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. പിള്ളേരുടെ ഡാൻസ് കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ. അവരുടെ ഡാൻസ് ഞാൻ ഫുൾ എടുത്തു. പക്ഷേ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം പാട്ട് നമ്മൾ അതിട്ടില്ലെങ്കിൽ കോപ്പി റൈറ്റ് ഉണ്ടാവും. അപ്പോൾ അവർ പിന്നെ തിരുവാതിര അത് പറയേണ്ടായിരുന്നു. നല്ല തിരുവാതിരയായിരുന്നു. കുറച്ച് ലെങ്ത് കൂടുതലായിരുന്നു. പിന്നെ ഇതാ ഇവരുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വലിയവരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ. ഞാൻ പറഞ്ഞ ഒരു തട്ടുകട ഇതായിരുന്നു. ഉപ്പിലിട്ടത്, പിന്നെ നമുക്ക് കിട്ടുന്ന ചെറിയ മുട്ടായികളൊക്കെ ആയിട്ടൊരു സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെണ്ടമേളത്തിൻ്റെ വക ഒരു വൈബ് പരിപാടി ഉണ്ടായിരുന്നു. പിള്ളേരും വലിയവരും ഒക്കെ ഡാൻസ് കളിച്ച് അടിപൊളിയാക്കി അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ സദ്യ കഴിക്കാനാണ് പോയത്. അപ്പോൾ ഗെയിം സെക്ഷനൊക്കെ അവിടെ നടപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് സീറ്റ് കിട്ടിയതല്ലേ. അപ്പോൾ ഈ ബേബി ഉണ്ടല്ലോ ഭയങ്കര ഡാൻസ് ആയിരുന്നു. അതാണ് ഞാൻ അത് ജസ്റ്റ് ഇങ്ങനെ എടുത്തു വെച്ചത്. പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ പോയി. A to Z ഉള്ള ഒരു സദ്യ. 2 പായസം ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നമുക്ക് സദ്യക്ക് വേണ്ട എല്ലാ കറികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി സദ്യയും കഴിച്ച് ലാസ്റ്റ് ഓണപ്പരിപാടി 2025 ലാസ്റ്റ് ഓണപ്പരിപാടി നമ്മൾ അവസാനിപ്പിച്ചിട്ട് 2:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്നു. ഒരുപാട് പണികൾ ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ടും കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് ലഞ്ച് ഒന്നും കൊണ്ടുപോകാതാണ് ഞങ്ങൾ പോയത്.